ഹായ്, ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്നത്തെ വീഡിയോ ഒരു പ്രൊഡക്റ്റ് റിവ്യൂ വീഡിയോ ആണ്. അപ്പോൾ തംബ്നെയിൽ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഇത് ഏത് പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ ആണെന്നുള്ളത്. ഞാനൊരു 2-3 മന്ത്സായിട്ട് ഈ വിഷ് കെയറിൻ്റെ ഹെയർ ഗ്രോത്ത് സീറം യൂസ് ചെയ്യുന്നുണ്ട്. സോ എൻ്റെ എക്സ്പീരിയൻസ് എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ പണ്ട് മുതലേ എൻ്റെ ഹെയർ ഇങ്ങനെ വകുപ്പ് എടുത്തിട്ടാണ് ഹെയർ സ്റ്റൈൽ ചെയ്യാറുണ്ടായിരുന്നത്. എപ്പോഴും ഒരേ സൈഡിൽ നിന്ന് തന്നെ വകുപ്പ് എടുക്കുന്നവർക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം. മുടി ഇങ്ങനെ എടുത്ത് കെട്ടിയാലും ഇവിടെ കുറച്ച് ഇങ്ങനെ നിൽക്കുന്നതായിട്ടുള്ളവർ സ്കൂളിൽ പഠിക്കുന്ന സമയം നമുക്ക് ഇങ്ങനെ വകുപ്പെടുത്ത ശേഷം രണ്ട് സൈഡ് മുടി കെട്ടുക, പിന്നിട്ട് പോവുക, അതൊക്കെ ആയിരുന്നല്ലോ അപ്പോഴത്തെ ഹെയർ സ്റ്റൈൽ എന്ന് പറയുന്നത്. പിന്നെയും കോളേജിലൊക്കെ ആയ ശേഷവും ഇവിടെ നിന്ന് ഇങ്ങനെ മുടിയെടുത്ത് കെട്ടുന്ന ഹെയർ സ്റ്റൈലൊക്കെ ആണ് പിന്നെ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോഴും ഈ വകുപ്പ് എടുക്കുന്ന സ്വഭാവം മാറിയിട്ടില്ലായിരുന്നു. അങ്ങനെ വർഷങ്ങളോളം വകുപ്പ് എടുത്തെടുത്ത് ഡിഗ്രി ആ ഒരു ടൈമിലൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ ഇവിടെ ഈ സൈഡിൽ നിന്നായിരുന്നു ആദ്യം വകുപ്പെടുത്തോണ്ടിരുന്നത്. അങ്ങനെ അവിടെ നല്ല രീതിക്ക് ഹെയർ പോകുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്ത് തുടങ്ങി. അങ്ങനെ എൻ്റെ അമ്മ പറഞ്ഞ ശേഷമാണ് ഞാനിങ്ങനെ എന്നാൽ പിന്നെ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് എടുത്ത് നോക്കൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഈ സൈഡാക്കിയത്. പക്ഷേ ഞാൻ റീസെൻ്റ്ലി ഒരു 1 ഇയർ ബാക്ക് നടുക്കുന്ന് വകുപ്പെടുത്തിട്ട് ഹെയർ ഇങ്ങനെ ഓപ്പൺ ചെയ്തിടാൻ തുടങ്ങി. അപ്പോൾ ഇതിങ്ങനെ ഈ നടുക്കത്തെ വകുപ്പ് എടുത്തെടുത്ത് ഞാൻ അപ്പോഴും ശ്രദ്ധിക്കുന്നില്ല ഇവിടെ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്നുള്ളത്. ഒരു ദിവസം എൻ്റെ കൊലീഗ് ഇങ്ങനെ വാഷ്റൂമിലൊക്കെയാണോ പോയിട്ട് തിരിച്ചു വന്ന സമയത്തേക്കും ഇവരിങ്ങനെ നിൽക്കുന്ന സമയം നമ്മുടെ തല കാണാമല്ലോ. അങ്ങനെ പുള്ളിക്കാരി ശ്രദ്ധിച്ചിട്ട് എന്നോട് പറഞ്ഞു, നിന്റെ ഇവിടുത്തെ ഈ ഹെയറിൻ്റെ ഈ ലൈൻ എടുക്കുന്ന സ്ഥലത്ത് നന്നായിട്ട് സ്കാൽപ്പ് കാണാൻ പറ്റുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ കാര്യമാക്കിയില്ല. അത് കഴിഞ്ഞിട്ട് പുള്ളിക്കാരി വീണ്ടും എന്നോടിങ്ങനെ ഇത് പലപ്പോഴായിട്ടും പറഞ്ഞു തന്നിട്ടും ഞാനിങ്ങനെ പോട്ടെ ഞാനത് കൺസിഡർ ചെയ്യാതെ അങ്ങനെ വിട്ടു. ഒരു ദിവസം ഇങ്ങനെ ഹെയർ ഗ്രോത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്തേക്ക് സ്കാൽപ്പ് കാണുന്നതിൻ്റെ ഇൻറ്റൻസിറ്റി എത്രയാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ഫോട്ടോ എടുത്ത് കാണിക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ഫോൺ കൊടുത്തു. പുള്ളിക്കാരി ഫോട്ടോ എടുത്ത് കാണിച്ചപ്പോഴത്തേക്കും ഞാൻ ആ ഫോട്ടോ ഇവിടെ കൊടുക്കാം. ആ ഒരു പോർഷൻ മാത്രം ഒട്ടും ഹെയർ ഇല്ലാത്തൊരു കണ്ടീഷനായിരുന്നു. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇത്രയും ഹെയർ ലോസ് എനിക്കുണ്ടായിരുന്നു എന്നുള്ളത്. കാരണം നമ്മൾ ഫ്രണ്ട് പോർഷൻ അല്ലെങ്കിൽ ബാക്ക് പോർഷൻ മാത്രമല്ലേ മുടി എപ്പോഴും ഹെയർ സ്റ്റൈൽ ചെയ്ത് കഴിഞ്ഞാലും കണ്ണാടിയിൽ നോക്കുമ്പോഴായാലും ഫോട്ടോ എടുക്കുമ്പോഴായാലും ഒക്കെ നമ്മൾ കാണുള്ളൂ. പക്ഷേ ഇവിടെ നിന്നുള്ള വ്യൂ നമുക്ക് കുറവാണ്. ഈ ഫോട്ടോ കണ്ടതിന് ശേഷമാണ് എനിക്ക് അത്രയ്ക്ക് ഒരു ബോധം വന്നത്. ഇത്രയും ഹെയർ ലോസ് ആയിട്ടുണ്ട്. അവിടെ നല്ല രീതിക്ക് എനിക്ക് ഈ സെൻട്രൽ പോർഷൻ വന്നിട്ട് നല്ല രീതിക്ക് എനിക്ക് ഹെയർ ലോസ് ഉണ്ടായി. പോകെ പോകെ നല്ല പേടി വരാൻ തുടങ്ങി. ഇങ്ങനെ നല്ല രീതിക്ക് സ്കാൽപ്പ് കാണാൻ പറ്റുന്നു എന്നുള്ളത് ഞാൻ തന്നെ ഇങ്ങനെ സ്വന്തമായിട്ട് ഫോട്ടോ എടുത്തിട്ടും വീഡിയോ എടുത്തിട്ടും അതുപോലെ തന്നെ ഇത് ഇവിടെ നിന്നുള്ള വ്യൂ നന്നായിട്ട് കാണാനായിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമുക്കിത് കാണെ കാണെ പേടിയും എന്താകും എന്നൊക്കെ ഉള്ള ഒരു ഉൾഭയം ഉണ്ടായിരുന്നു എനിക്ക്. ആ ഒരു ടൈമിലാണ് ഈ വിഷ് കെയറിൻ്റെ ഹെയർ ഗ്രോത്ത് സീറം ഭയങ്കരമായിട്ട് ഇൻ്റർനെറ്റിൽ ഇങ്ങനെ റിവ്യൂസും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടു തുടങ്ങിയത്. അപ്പോൾ എനിക്ക് ആദ്യം ഒരു പേടി ഉണ്ടായിരുന്നു. കാരണം ഹെയറാണ്, ഹെയറിലും ഫേസിലും ഒക്കെ നമ്മൾ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് പേരുടെ എക്സ്പീരിയൻസ് നമ്മൾ കേട്ടിട്ടും കണ്ടിട്ടും ഒക്കെ ഉണ്ട്. ഇങ്ങനെ ഇന്ന പ്രൊഡക്റ്റ് യൂസ് ചെയ്തപ്പോഴത്തേക്കും അത് സ്കിന്നിന് പ്രശ്നമായി, അല്ലെന്നുണ്ടെങ്കിൽ ഹെയർ ലോസ് വീണ്ടും കൂടി എന്നൊക്കെയുള്ള ഒരുപാട് എക്സ്പീരിയൻസ് നമ്മൾ കേട്ടിട്ടും കണ്ടിട്ടും ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഈ നാച്ചുറൽ റെമഡീസ് അല്ലാതെ ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നതിനോട് എനിക്ക് ഒരല്പം പേടിയുണ്ടായിരുന്നു. പക്ഷെ എന്നാലും ആ ഒരു ടൈമിൽ എനിക്ക് എങ്ങനെയെങ്കിലും ഈ ഒരു സിറ്റുവേഷൻ ഒന്ന് മാറി കിട്ടണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാനൊന്ന് വിചാരിച്ചു ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ജസ്റ്റ് ഒരു ബോട്ടിൽ മേടിച്ച് ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. സാധാരണ നമുക്ക് ഈ പാച്ച് ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ട് ഈ ഫേസിലായാലും ഹെയറിലായാലും ഏത് പ്രൊഡക്റ്റ് ആയാലും യൂസ് ചെയ്യാവോ എന്നൊക്കെ ഉള്ള ഒരുപാട് വീഡിയോസും എല്ലാവരും പറഞ്ഞും ഒക്കെ അറിയാം. സ്റ്റിൽ ഞാൻ പാച്ച് ടെസ്റ്റ് ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു. ഡയറക്റ്റ് ഈ പ്രൊഡക്റ്റിന് ഞാൻ ഹെയറിൽ അപ്ലൈ ചെയ്യുകയായിരുന്നു ചെയ്തിട്ടുണ്ടായി. അപ്പോൾ ഞാൻ കഴിഞ്ഞൊരു 1-2 മാസമായിട്ട് വീക്ക്ലി ഒരു ട്വൈസ്, മാക്സിമം ട്വൈസ് തന്നെയാണ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാനിത് ഡെയിലി യൂസ് ചെയ്തിട്ടില്ല. ഞാൻ വീണ്ടും പറയാണ്, ഡെയിലി യൂസ് ചെയ്തിട്ടില്ല. വീക്ക്ലി ട്വൈസ് മാത്രമേ ഞാനിത് യൂസ് ചെയ്തിട്ടുള്ളൂ മാക്സിമം. ആൻഡ് ഈ പ്രൊഡക്റ്റ് എനിക്ക് നല്ല രീതിയിൽ വർക്കായിട്ടുണ്ട്. ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇങ്ങനെ ഒരു ഹെയർ ഗ്രോത്ത് സീറം യൂസ് ചെയ്യുന്നത്. ആൻഡ്
വേറെ പ്രശ്നങ്ങളൊന്നും സംഭവിക്കാത്തത് നന്നായി. ബട്ട് ഇതെനിക്ക് നല്ല രീതിക്ക് വർക്കായിട്ടുണ്ട്. ഞാൻ എൻ്റെ ഹെയറിൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഞാൻ കാണിച്ചു തരാം. ഞാൻ നേരത്തെ വകുപ്പ് എടുത്തുകൊണ്ടിരുന്ന ടൈമിലായാലും പോണിറ്റെയിലൊക്കെ കെട്ടുന്ന സമയത്ത് ഈ സെൻറ്റർ പോർഷൻ വന്നിട്ടുള്ള ഹെയർ എല്ലാം ഇങ്ങനെ ആവാൻ തുടങ്ങിയായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഞാൻ എൻ്റെ ഹെയറിൻ്റെ സിറ്റുവേഷൻ എന്താണെന്ന് കാണിച്ചു തരാം. കൂടുതലും ഞാൻ ഈ ഹെയർ ഗ്രോത്ത് സിറം കോൺസെൻട്രേറ്റ് ചെയ്ത് യൂസ് ചെയ്തിട്ടുള്ളത് എൻ്റെ ഈ സെൻറ്റർ പോർഷനിലും മാത്രമാണ്. കാരണം ഇത് 30 ml ഒരു ബോട്ടിലുള്ളൂ. നമ്മൾ എല്ലായിടവും എല്ലാ ദിവസവും യൂസ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തീരും. ആൻഡ് ഇതിന് നല്ല റേറ്റും അത്യാവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടെ മാത്രം ജസ്റ്റ് ഒന്ന് നോക്കാം, ഹെയർ ഗ്രോത്ത് ഉണ്ടാവോ ഇല്ല എന്നുള്ളതിൻ്റെ ഒരു പ്രൂഫ് നമുക്ക് മനസ്സിലാവുന്നത് ഹെയർ ഇല്ലാത്ത സ്ഥലത്താണല്ലോ. ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്താകും എന്നുള്ളത് അറിയാനായിട്ട് ഞാൻ അവിടെ ഇങ്ങനെ ഈ ഈ ഒരു സെൻറ്റർ പോർഷൻ മാത്രമായിട്ട് ഞാനിങ്ങനെ ഈ ഹെയർ ഗ്രോത്ത് സീറം അപ്ലൈ ചെയ്ത് ജസ്റ്റ് ഒന്ന് ഒരു മിനിറ്റൊക്കെ ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് പിന്നെ കുളിക്കുന്ന സമയത്ത് ഷാമ്പൂ ചെയ്ത് കളയാറാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പോൾ ഞാൻ എൻ്റെ ഹെയറിൻ്റെ സിറ്റുവേഷൻ കാണിച്ചു തരാം. ഇതിൽ വീഡിയോയിൽ എത്രത്തോളം കിട്ടും എന്നുള്ളത് എനിക്ക് അറിയില്ല. ഇതാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ. ഈ കുഞ്ഞു കുഞ്ഞു ഹെയർസ് ഇവിടെ വരുന്നത് നമുക്ക് ഈ സൈഡ് പോർഷൻ നോക്കിയാലേ ഇങ്ങനെ മനസ്സിലാവുള്ളൂ. അതെ, കുഞ്ഞു കുഞ്ഞു മുടികൾ ഇങ്ങനെ നല്ല ഹെയർ ഗ്രോത്ത് അവിടെ എനിക്ക് വന്നിട്ടുണ്ട്. ഹെയർ നന്നായൊന്ന് വളർന്നു. ഇതേ കണ്ടോ, ഈ ഇത്ര കുഞ്ഞു കുഞ്ഞു മുടികളാണ് ഈ ഒരു പോർഷനിൽ മാത്രമായിട്ട് വന്നിട്ടുള്ളത്. ഈ രണ്ട് സൈഡിൽ നിന്ന് കൈ വെച്ചൊന്ന് ഹോൾഡ് ചെയ്തിട്ട് ഞാൻ ഒന്ന് കാണിച്ചു തരാം. അപ്പോഴത്തേക്കും ക്ലിയർ ആയിട്ട് അവിടെ തന്നെ ഹെയർ ഗ്രോത്ത് എങ്ങനെയുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാകും നിങ്ങൾക്ക്. ഇതാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ. കാരണം ഞാൻ ഈ ഒരു സൈഡ് മാത്രമായിരുന്നു അങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്ത് ഈ ഹെയർ ഗ്രോത്ത് സിറം യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ വേണമെന്നുണ്ടെങ്കിൽ വേറെ ഒരു സൈഡും കൂടെ എടുത്ത് കാണിച്ചു തരാം. ഇത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ഈ സൈഡിലുള്ള പോലത്തെ ഹെയർ ഗ്രോത്ത് അത്രയും ഈ സൈഡിൽ വന്നിട്ടില്ല. നോക്കൂ, ഇനി ഞാൻ ഒന്നുകൂടെ ഈ സൈഡ് എടുത്ത് കാണിച്ചു തരാം. പിന്നെ എൻ്റെ സ്കാൽപ്പിൻ്റെ വേറെ ഒരു പോർഷനിലും ഇത്രയധികം ഹെയർ ഗ്രോത്ത് ഇല്ല. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്തുകൊണ്ട് തന്നെയാണ്, അവിടെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടാണ് എനിക്കതിൻ്റെ പ്രൂഫ് മനസ്സിലാക്കാൻ പറ്റിയത്. ആൻഡ് ഞാൻ ഈ പ്രോഡക്റ്റ് മാത്രം യൂസ് ചെയ്തിട്ടാണ് എനിക്ക് ഹെയർ ഗ്രോത്ത് ഉണ്ടായെന്ന് പറയാൻ ഇത്തിരി മടിയുണ്ട്. അതായത് എക്സ്റ്റേണലി യൂസ് ചെയ്ത പ്രൊഡക്റ്റ് കൊണ്ട് മാത്രമാണ് എനിക്ക് ഈ റിസൾട്ട് കിട്ടിയതെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എത്രത്തോളം എനിക്ക് വിശ്വസിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. കാരണം ആ ടൈമിലൊക്കെ ഞാൻ നമ്മുടെ നെല്ലിക്ക ഇല്ലേ, നെല്ലിക്ക ഹെയർ ഗ്രോത്തിന് ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഒരു സാധനമാണ്. എന്നും നമുക്ക് ഈ നെല്ലിക്ക ജ്യൂസാക്കിയോ നെല്ലിക്കയൊക്കെ ഒരു ഫുൾ നെല്ലിക്കയൊക്കെ കഴിക്കാനായിട്ട് ബുദ്ധിമുട്ട് ഉണ്ടാവുന്നവരുണ്ട്. എനിക്കങ്ങനെ ബുദ്ധിമുട്ട് ഉള്ള ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ നെല്ലിക്ക ഉപ്പിലിട്ട് വെച്ചിട്ട് ഇങ്ങനെ വീക്ക്ലി ഒരു 2 എണ്ണമൊക്കെ കഴിക്കുന്ന ഒരു സ്വഭാവം ആ ഒരു ടൈമിലുണ്ടായിരുന്നു. അതും അതായത് ഞാൻ ഇൻറ്റേർണലിയും കൊടുത്തിട്ടുണ്ട്, എക്സ്റ്റേണലിയും ഞാൻ പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു ടൈമിൽ. അപ്പോൾ എല്ലാം കൂടെ ചേർന്നിട്ട് നല്ലൊരു റിസൾട്ടാണ് കിട്ടിയത്. ബട്ട് ഈ ഒരു ഏരിയയിൽ തന്നെ ഇത്രത്തോളം ഹെയർ ഗ്രോത്ത് വന്നതിൻ്റെ റീസൺ അഡീഷണലി ഇത് മാത്രമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്യുക മാത്രമായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതാണ് എനിക്ക് ഈ വിഷ് കെയർ ഹെയർ ഗ്രോത്ത് സിറം യൂസ് ചെയ്തിട്ടുള്ള എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ്. ആൻഡ് ഇതെൻ്റെ മാത്രം പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. ബട്ട് ഞാനിവിടെ ചെയ്യാത്തൊരു കാര്യം പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് യൂസ് ചെയ്ത് തുടങ്ങിയില്ല എന്നുള്ളതാണ്. ബട്ട് നിങ്ങളെല്ലാവരും ഈ പ്രൊഡക്റ്റ് ഏത് പ്രൊഡക്റ്റ് ഇപ്പോൾ ഫേസിലായിക്കോട്ടെ ഹെയറിലായിക്കോട്ടെ യൂസ് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ
ജസ്റ്റ് ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കുക. ഇൻ കേസ് ഞാനിത് പാച്ച് ടെസ്റ്റ് ചെയ്യാതെ ഡയറക്റ്റ് ഹെയറിൽ അപ്ലൈ ചെയ്ത് വേറെ പ്രശ്നങ്ങൾ എന്തെങ്കിലും വന്നിരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിലും വലുതായിരിക്കും. സോ ഞാനിവിടെ പാച്ച് ടെസ്റ്റ് ചെയ്തില്ല എന്നുള്ള കാരണം കൊണ്ട് എൻ്റെ വീഡിയോസ് കാണുന്നവരാരും പാച്ച് ടെസ്റ്റ് ചെയ്യാതെ ഒരു പ്രൊഡക്റ്റും യൂസ് ചെയ്യാൻ നിൽക്കരുത്. നാച്ചുറൽ റെമഡീസ് ആയിക്കോട്ടെ, എല്ലാം എല്ലാവർക്കും സ്യൂട്ട് ആവണമെന്നില്ല. അതുകൊണ്ട് ഹെയറിലോ ഫേസിലോ എന്ത് പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും അത് ജസ്റ്റ് ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് മാത്രം സ്റ്റാർട്ട് ചെയ്യുക. സോ ഇതാണ് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ്. ഈ ബോട്ടിൽ തീർന്നിട്ടുണ്ട്. അപ്പോൾ അടുത്തത് ഞാൻ റീപർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഇത് 30 ml ആണ് ഞാൻ ആദ്യം പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഞാൻ റീപർച്ചേസ് ചെയ്തത് 20 ml ആണ്. കാരണം മുന്നേ യൂസ് ചെയ്തുകൊണ്ടിരുന്ന പോലെ വീക്ക്ലി ട്വൈസ് യൂസ് ചെയ്യുന്നത് നിർത്തിയിട്ട് വീക്ക്ലി വൺസിലേക്ക് മാറാനായിട്ടുള്ള ഒരു പ്ലാനിലാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.